നമസ്കാരം. അങ്ങനെ നമ്മൾ 8ാം ദിവസത്തിലേക്ക് എത്തിയേക്കുകയാണ് ഓണാഘോഷത്തിൻ്റെ അല്ലേ. പൂരാടം എന്ന ദിവസത്തിലേക്ക് നമ്മൾ കടന്നേക്കുകയാണ്. ഇത്രയും ദിവസം നമ്മൾ മനോഹരമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഉപചാരങ്ങളിലൂടെ വ്യത്യസ്തമായിട്ടുള്ള പൂക്കളോടെ നമ്മൾ നമ്മുടെ ഓണത്തെ വരവേറ്റുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പൂരാടം എന്ന പേരിൻ്റെ സംസ്കൃത നാമം എന്ന് പറയുന്നത് പൂർവ ആഷാഢം എന്നാണ്. ഇപ്പൊ പൂർവ്വ ആഷാഢം ലോപിച്ചാണ് പൂരാടം എന്നായത് വേണേൽ പറയാം. മലയാളത്തിൽ പൂരാടം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 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 ഷേപ്പ്, ഒരു ഏകദേശ രൂപം ഋഷിവര്യന്മാർ കാവ്യാത്മകമായിട്ട് കണക്കാക്കി നമുക്ക് നൽകി തന്നിരിക്കുന്നത് ആനയുടെ മുഖം കണ്ടിട്ടില്ലേ? ഗജമുഖം എന്ന് പറയും. തുമ്പുകളൊക്കെ ആയിട്ട് തുമ്പിക്കായിട്ട് നമ്മളെ ചില വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ആനയുടെ മുഖം മാത്രമായിട്ട് അല്ലേ. ഏതാണ്ട് അതേപോലത്തെ ഒരു ഷേപ്പാണെന്ന് പറയപ്പെടുന്നു. പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് കാവ്യാത്മകമായിട്ട് കൊടുത്തേക്കുന്നതാണ്. മറ്റ് ചില ഇതുണ്ട്, ഈ പൂക്കളൊക്കെ ഇട്ട് വെക്കുന്ന കൊട്ടയുണ്ടല്ലോ, പൂക്കൊട്ട എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു ബാസ്ക്കറ്റ് പോലെ ഇരിക്കുന്നു എന്നും പറയുന്നുണ്ട്. അപ്പൊ പൂരാടം നക്ഷത്രത്തിന്റെ പ്രത്യേകത പറഞ്ഞു അല്ലെ, അതിന്റെ ഷേപ്പ് പറഞ്ഞു. ടസ്കേഴ്സ് അല്ലെങ്കിൽ കൊമ്പനാനയുടെ ആ ഒരു മുഖം പോലെ എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത്, ഈ പൂരാടം ദിനത്തിൽ നമ്മൾ 8 വരിയുള്ള പൂക്കൾ ഇടുന്നു എന്നാണ് പറയുന്നത്. 8 വരിയിലുള്ള കുറച്ചുകൂടെ വലിയ പൂക്കളമായി നമ്മൾ ചെറുതിൽ നിന്ന് തുടങ്ങി വലുതായി ഇലാബറേറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ വളരെ വിസ്താരം കൂടിയ 8 നിരയുള്ള പൂക്കളം ആണ് നമ്മൾ ഇടേണ്ടതെന്നാണ് പറയുന്നത്. ഇനി ഈ ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന പൂക്കൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് തുളസിയും തെച്ചിയും അല്ലെങ്കിൽ നാട്ട് പൂക്കൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം തെച്ചി, തുളസി ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. തുളസിയുടെയും തെച്ചിയുടെയും ഒക്കെ ഔഷധ ഗുണത്തെക്കുറിച്ച് പ്രത്യേകം ഞാൻ ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുവന്ന എല്ലാ പൂക്കളും ഉപയോഗിക്കാം. അതേപോലെ നമ്മൾ ഈർക്കിലിയിൽ പൂക്കൾ കുത്തി പൂക്കുടയായിട്ട് നമുക്ക് വേണമെങ്കിൽ വെക്കാം. പിന്നെ ചില സ്ഥലങ്ങളിൽ തൃക്കാക്കരയപ്പനെ ശരിക്കും മോൾഡ് ചെയ്ത് കുഴച്ച് അതിനെ കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ട് ഈ ദിവസം തൊട്ട് വെച്ചു തുടങ്ങുന്ന ഒരു പതിവുണ്ട്. അതിൽ കുട്ടികളെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ഈ ദിവസത്തെ ഒരു പ്രത്യേകതയാണ്. ദോഷമാക്കി നിർത്തി അവരെ കൊണ്ട് ചില ചടങ്ങുകളൊക്കെ ചെയ്യിക്കുന്ന പതിവും പല സ്ഥലത്തും കേരളത്തിലുണ്ട്. പൂരാടം ഉണ്ണികൾ എന്നാണ് അവരെ വിളിക്കുന്നത് പറയുന്നത്. എല്ലാ ഭാഗങ്ങളെയും തൊട്ട് തലോടിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. കുട്ടികൾ നമ്മൾ എത്രത്തോളം ആനന്ദം നൽകുന്നു അല്ലേ. അപ്പൊ അവര് ഈശ്വരന്റെ തന്നെ പ്രതിപുരുഷന്മാരാണ്. ഈശ്വരൻ നൽകിയ നിധിയാണ് കുട്ടികൾ എന്നുള്ളത് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ആ ഉണ്ണികളെ സന്തോഷിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പൂരാടം ദിനം തൊട്ട് നമ്മൾ വീടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് മഹാബലി തമ്പുരാനെയും അദ്ദേഹത്തിന്റെ ഉപാസനാമൂർത്തിയായിട്ടുള്ള വാമനൻ, മഹാവിഷ്ണു തന്നെയായിട്ടുള്ള വാമനനെ നമ്മൾ സ്വീകരിക്കാനായിട്ടുള്ള ഒരുക്കങ്ങൾ കുറേശ്ശെ തുടങ്ങുകയായി. അപ്പൊ അത് കൂടാതെ ഇന്നത്തെ ദിവസം നമ്മൾ ഉപചാരത്തോടെ നമ്മൾ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, ആരാധിക്കുന്ന ദേവചൈതന്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അധികം കേട്ട് കാണില്ല. പൊതുവെ ഇതിന് വേണമെങ്കിൽ മാലാഖമാർന്നോ ഏഞ്ചൽസ് എന്നൊക്കെ പറയുന്ന ഗണത്തിൽ വരുന്ന കുറച്ച് ദേവതമാരാണ് അഷ്ടദിക്പാലകർ എന്ന് പറയും. അഷ്ടദിക്പാലകർ നമ്മുടെ ക്ഷേത്രത്തിന്റെ ചുറ്റും പുറത്ത് ചെറിയ ചെറിയ ബലിക്കല്ലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കൊടിമരത്തിന് നിങ്ങൾ പോകുമ്പോൾ ഈ നല്ല കൊടിമരമുള്ള പെർമനന്റ് ആയിട്ട് വെച്ചിരിക്കുന്ന കൊടിമരമുള്ള ധ്വജസ്തംഭമുള്ള അമ്പലങ്ങളിൽ ചെന്നാൽ ആ ധ്വജസ്തംഭത്തിന് ഏറ്റവും താഴെ കുറേ മൂർത്തികളുടെ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ നമുക്ക് ക്ഷേത്രത്തിൽ കാണാൻ കഴിയും. ഈ മൂർത്തികളെയാണ് അഷ്ടദിക്പാലകർ എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഏഞ്ചൽസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതിൽ പല തരത്തിലുള്ള ദേവതാ സങ്കല്പങ്ങൾ വരുന്നുണ്ട്. പിന്നെ ചുരുക്കം ചില പൂജാവിധാനങ്ങളിൽ ഇത് ചെറിയ ചെറിയ മാറ്റം കണ്ടിട്ടുമുണ്ട്. അപ്പൊ ഈ അഷ്ടദിക്പാലകർ എന്ന് പറയാൻ കാരണം 4 ദിക്കുകളാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത് അല്ലെ. കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് അല്ലെ. അപ്പൊ 4 ദിക്ക്. അത് കൂടാതെ ഈ കിഴക്കിനും വടക്കിനും ഇടയിലൊരു ഭാഗം, അത് വടക്ക് കിഴക്ക്, ആ ഒരു കോൺ വരും. അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ്, തെക്ക് കിഴക്ക്, ഇങ്ങനെയുള്ള ഓരോ മൂലകൾ വേറെയും ഉണ്ട് അല്ലെ. അപ്പൊ ഒരു അഷ്ടകോൺ പോലെയാണ് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുന്നത്. 8 ദിക്കുകളുള്ള 8 ജംഗ്ഷൻസ് ഉള്ള ഒരു ഇതായിട്ടാണ് നമ്മൾ ഈ സ്പേസിനെ നമ്മൾ ഋഷീസൊക്കെ എന്ത് ചെയ്തിരിക്കുന്നത്, അതിനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഓരോ മൂർത്തികളെ നമുക്ക് എന്തൊക്കെയാണ് പരിശോധിക്കാം. ഓക്കെ. അപ്പൊ ആദ്യത്തെ വരണത് കിഴക്ക് ദിശയിൽ വരുന്നത് ദേവന്മാരുടെ
രാജാവായിട്ടുള്ള ദേവേന്ദ്രൻ, ഇന്ദ്രൻ എന്നൊക്കെ പറയും. ഇന്ദ്രൻ വൈദിക സങ്കല്പം അനുസരിച്ച് മഴയുടെയും ഇടിമിന്നലിൻ്റെയൊക്കെ ദേവതയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇന്ദ്രന്റെ ജോലി അപ്പം അറിയാലോ, മഴ നൽകുക, പ്രകൃതിയെ കൂടുതൽ, ഭൂമിയെ കുറച്ചും കൂടെ എന്താകാൻ, കൂടുതൽ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നൽകുന്നത് അദ്ദേഹത്തിന്റെ ജോലിയായിട്ട് കണക്കാക്കിയിരിക്കുന്നു. രണ്ടാമത് പടിഞ്ഞാറ് വരുണൻ എന്ന ദേവതയാണ്. വരുണൻ സമുദ്രത്തിന്റെ ദേവതയാണ് അല്ലെ. വരുണൻ എന്ന് പറയുന്നത് സമുദ്രത്തിന്റെ ദേവതയാണ്. സമുദ്രത്തിന്റെ, ജലത്തിന്റെ ദേവതയായിട്ടൊക്കെ വരുണനെ പറയാറുണ്ട്. വരുണനും ജോലികൾ ഒരുപാടുണ്ട്. വരുണ പാശം എന്നൊക്കെ പറയുന്ന ഒരു കയറൊക്കെ പിടിച്ചിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. പിന്നെ ഒരു മുതലയുടെ മുകളിലാണ് അദ്ദേഹം ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നു. എന്തായാലും അതോരോ താന്ത്രിക സങ്കല്പങ്ങളാണ്. വടക്ക് ഭാഗത്ത് കുബേരൻ എന്ന ദേവതയാണ്. കുബേരൻ നമ്മൾ കേട്ടിട്ടുണ്ട്. കുബേരൻ ഏറ്റവും കൂടുതൽ ധനത്തിന്റെ, മഹാലക്ഷ്മി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ധനത്തിന്റെ മൂർത്തിയായിട്ട് കണക്കാക്കുന്നത് കുബേരൻ ആണ്. കുബേരൻ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട ഫുഡ് ആൻഡ് ഷെൽട്ടർ, ആവശ്യമുള്ളതെല്ലാം നമ്മുടെ ഉള്ളിൽ നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കുബേരന്റെ ജോലി. ഇനി തെക്ക് ദിക്ക് നിയന്ത്രിക്കുന്നത് സാക്ഷാൽ യമധർമ്മരാജാവ് എന്ന് പറയുന്നു. മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ കാലൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. അപ്പൊ യമധർമ്മരാജൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ബാക്കിയുള്ളവർക്കൊന്നും ഇങ്ങനെ ഒരു പേരില്ല. യമധർമ്മരാജൻ എന്ന് പറയാൻ കാരണം മരണം ഒരു ജംഗ്ഷനാണ്. ജീവിതത്തിന്റെ രണ്ട് മെയിൻ ജംഗ്ഷൻസ് ആണ് ജനനവും മരണവും. ഈ ജനനവും മരണവും ഇങ്ങനെ വന്നും പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ മരണത്തിന് ഒരു തരത്തിൽ പറഞ്ഞാൽ വരദാനം തന്നെയാണ്. ചില സമയങ്ങളിൽ നിങ്ങൾ നോക്കി, ഒരുപാട് ആൾക്കാർ വയ്യാതെ കിടക്കുന്നുണ്ട്. അങ്ങടും ഇല്ലാതെ കിടക്കുന്ന സമയങ്ങളിൽ മരണം ഒരു വരദാനമാണ് അല്ലേ. ശരീരം കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ, അത് അങ്ങോട്ടും അനങ്ങാത്ത അവസ്ഥയിൽ വരുമ്പോൾ അതൊരു വരമാണ്. അപ്പൊ യമധർമ്മം എന്ന് പറയാൻ കാരണം ഈ ജീവലോകത്തിന്റെ സ്റ്റെബിലിറ്റി ഏതിലൂടെയാണ്? ജനനത്തിലൂടെയും മരണത്തിലൂടെയും നടക്കുന്നത്. അപ്പൊ അതൊരു ഈവിൾ ആയിട്ടല്ല, അതൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രക്രിയയായിട്ടാണ് ഈ കാലചക്രത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രോസസ്സാണ് മരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് യമധർമ്മരാജൻ തന്നെ വിളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇരിക്കുന്നത് തെക്ക് ദിശയിലാണ്. തെക്ക് ദിശയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ വൈബ്രേഷൻസ് കൂടുതൽ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ എന്ത് പറയും? തെക്കോട്ട് എടുക്കുക എന്ന് പറയും അല്ലേ. തെക്കോട്ട് തിരിഞ്ഞെടുക്കുക, തെക്കോട്ട് എടുക്കുക എന്ന് പറയുന്നത് കാരണം ഇതാണ്, യമധർമ്മരാജാവിന്റെ സ്ഥാനമാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ മെയിൻ 4 സ്ഥലങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് വടക്ക് കിഴക്ക് എന്നുള്ള സ്ഥലത്ത് അവിടെ ശിവന്റെ തന്നെ, ഭഗവാൻ ശിവന്റെ തന്നെ വേറൊരു ഭാവമായിട്ടുള്ള ഈശാനൻ എന്ന ഒരു ദേവതയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഭഗവാൻ ശിവനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഗുണങ്ങളും ഈ ചൈതന്യത്തിലുണ്ടെന്ന് പറയപ്പെടുന്നു. അതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നി എന്ന ദേവതയാണ്. അഗ്നികോൺ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതെ, അത് തന്നെ. അതിനുശേഷം വടക്ക് പടിഞ്ഞാറ് എന്ന ഭാഗത്ത് വായു ഞാൻ പറയാതറിയാലോ, ഭീമസേനന്റെയും അതേപോലെ ഹനുമാന്റെ ഒക്കെ എന്താണ് പിതൃതുല്യനായിട്ട് അവർ ആരാധിച്ചിരുന്ന ഒരു ദേവതയാണ് വായു. നമ്മുടെ ശ്വാസം, പ്രാണനെല്ലാം എന്തായിട്ടാണ്? വായുവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ വായു തത്വമാണ് വടക്ക് പടിഞ്ഞാറ് നിലയിൽ. പിന്നെ തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കിയാൽ അവിടെ നിവൃത്ത് എന്ന് പറഞ്ഞൊരു ദേവതയാണ് അവിടെയുള്ളത്. ആ ദേവത കൺട്രോളർ ഓഫ് നെഗറ്റിവിറ്റി എന്നാണ് പറയുന്നത്. അതും ഈ ദേവഗണത്തിലുള്ളതാണ്. അപ്പൊ അത് ചെറിയ വ്യത്യാസമുണ്ട്. ചിലവർ നിവൃത്തു എന്ന് പറയുന്നത്, പിന്നെ നിയർത്തു എന്ന് പറയുന്നുണ്ട്. നിയർത്ത് എന്തായാലും ആ ഒരു ദേവതയാണ്, ദേവിയായിട്ടാണ് കണക്കാക്കുന്നത്. കറുത്ത വർണ്ണമാണെന്ന് പറയുന്നു. അതിൻ്റെ സഞ്ചരിക്കുന്നത് കുതിരപ്പുറത്താണെന്ന് പറയുന്നത്. ഈ ദേവതമാർക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള സഞ്ചാര പദങ്ങളുണ്ട്. ആ ചൈതന്യത്തിന്റെ വൈബ്രേഷൻസ് അത് എങ്ങനെ വരണമെന്നുള്ളത് അതിനെ നൊട്ടേറ്റ് ചെയ്യുന്നതാണ് ഓരോ ദേവതമാരുടെ വാഹനങ്ങളും അതിൻ്റെ വർണ്ണവും അതിൻ്റെ പൂക്കളെല്ലാം. അപ്പൊ ഇങ്ങനെ 8 ദിക്പാലകര്, അവരെ ആണ് നമ്മൾ ഈ ദിവസം നമ്മൾ എന്ത് ചെയ്യണത്? നമ്മൾ പൂജിച്ചിരുത്തുന്നത്. അപ്പോൾ നോക്കുക, എത്ര മനോഹരമായിട്ടാണ് ഈ പ്രപഞ്ചത്തെ കാത്തു സൂക്ഷിക്കുന്ന ദിക്പാലകർ എന്ന് വെച്ചാൽ സോൾജിയേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതുപോലെ തന്നെ. ഇപ്പൊ നമ്മൾ ഭാരതത്തിന്റെ അതിർത്തി കാക്കുന്ന സൈനികരെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അതേപോലെ തന്നെ അവരെത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെയാണ് ഈ ഓണത്തിന് നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ദിക്കുകളെ പരിപാലിക്കുന്ന ഓരോ ദേവതമാരെയും നമ്മൾ ഇവിടെ ഉപചരിച്ചിരുത്തുകയാണ്. ഇതൊക്കെ ഒരു നിർദോഷകരമായിട്ടുള്ള സങ്കല്പങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഉപചാരങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്.
അപ്പോൾ അഷ്ടദിക്പാലകരാണ് ഇന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നത്, പൂജയ്ക്കെടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പൂരാടം ദിനത്തിൻ്റെ പ്രത്യേകതകൾ. ഒരേ ഓണം തന്നെ പല സ്ഥലത്തും പല ഭാവങ്ങളിലൂടെ ആദരിക്കുകയാണ് അല്ലെങ്കിൽ ആഘോഷിക്കുകയാണ് നമ്മളെല്ലാവരും. ആതിരാക്കാറ്റിന്റെ ചുണ്ടിൽ മധുസ്മിതം ശാലീന ഭാവം രചിച്ചു, രാഗശാലീന ഭാവം രചിച്ചു. സോപാനദീപം തെളിയുന്ന ദിക്കിൽ സൗഭാഗ്യതാരോദയം, സൗഭാഗ്യതാരോദയം, സൗഭാഗ്യതാരോദയം. സൂര്യാംശു ഓരോ വയൽ പൂവിലും വൈരം പതിക്കുന്നുവോ, സീമന്ത കുങ്കുമശ്രീ അണിഞ്ഞു ചന്ദനം പൂക്കുന്നുവോ. മണ്ണിന്റെ പ്രാർത്ഥനാലാവണ്യമായി വിണ്ണിന്റെ ആശംസയായി, വിണ്ണിന്റെ ആശംസയായി, വിണ്ണിന്റെ ആശംസയായി. അപ്പൊ എല്ലാവർക്കും ഈ പൂരാട ദിനത്തിന്റെ എല്ലാ സമൃദ്ധിയും ഐശ്വര്യവും ആശംസിക്കുന്നു. വീണ്ടും വീണ്ടും പൂരാട ദിന പൊന്നോണ ആശംസകൾ. ജയ ഗുരുദേവ.